ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ പി ശ്യാംരാജ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അതായത് ഗണഗീതം എന്നത് ദേശഭക്തി ഗാനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഭാരതമാതാവിനെ പൂജിക്കുന്ന ആളുകളുള്ള ദേശമാണ്. അവിടെ അതിലെ വരികൾക്ക് കുഴപ്പമില്ല, അതെവിടെയും പാടാവുന്നതാണ്, എവിടെയും അവർ പാടും. അങ്ങനെ എവിടെയും പാടാൻ ഇത് ഹിന്ദു രാഷ്ട്രമായിട്ടില്ല. ഇന്ത്യയുടെ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ നിയമം. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയൂ. RSSൻ്റെ ഗണഗീതം RSSൻ്റെ ശാഖയിൽ പാടാം. ഞങ്ങളാരും അതിനെതിരില്ലല്ലോ. അവർ വിജയദശമി നാളിൽ പദസഞ്ചലനമൊക്കെ നടത്തിക്കൊണ്ട് പാടിക്കോട്ടെ, നമ്മളാരും അതിനെതിരില്ല, അവർ പാടട്ടെ. പക്ഷേ രാജ്യത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഉദ്ഘാടന പരിപാടിയിലാണ് ഗണഗീതം കൊണ്ടുപോയി പാടുന്നത്. അത് അനുവദിക്കാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളിയാണ്. അദ്ദേഹം ഈ കവിത വ്യാഖ്യാനിക്കുന്ന കേട്ടു. ഭാഷയെ, അതിലുപയോഗിക്കുന്ന രൂപകങ്ങളെ, അതിലൂടെ സന്ദേശിക്കുന്ന ആശയങ്ങളെ സാമാന്യമായി മനസ്സിലാക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം ഇത് അപകടകരമായ മതാത്മകമായ ഒരു ഭക്തിഗാനമാണ്. ഇത് രാജ്യത്തിൻ്റെ സെക്കുലറിസത്തെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. നാനാത്വത്തിൽ ഏകത്വമുണ്ട്, ഇവിടെ വിവിധ മുകുളങ്ങൾ വിരിയട്ടെ എന്നുള്ളൊരു വരിയുണ്ടെന്നൊക്കെ പറയുന്നത്. ആ മുകുളങ്ങൾ വേറെ മുകളാണ്. അതെന്താണ്? കൊമ്പുകൾ തലതാഴ്ത്തി കൊടുക്കുന്ന അടിമതുല്യമായ മനോഭാവമുള്ള RSS ഉദ്ദേശിക്കുന്ന ചാവേറുകളെ സൃഷ്ടിക്കുന്ന ഈ വ്യത്യസ്ത നിറങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം രൂപപ്പെട്ടു വന്നത് ഇവിടെ ശ്യാംരാജ് നന്ദു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കൃതിയിലാണ്. ആ സംസ്കൃതിയാണ്, നമ്മുടെ ആ ബഹുസംസ്കൃതിയാണ് മഹാനായ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള, ഇന്ത്യയുടെ ദേശീയ ഗാനങ്ങളുടെ എല്ലാം, ദേശഭക്തി ഗാനങ്ങളുടെ എല്ലാം മാതാവായിട്ടുള്ള ഗാനമാണ് ജനഗണമന. ആ ജനഗണമന നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന, അത് ദേശാഭിമാന ഗാനമല്ല, അത് ദേശഭക്തി ഗാനമല്ല, അത് ദേശീയ ഗാനമാകാൻ പാടില്ല എന്ന നിലപാടുള്ള പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് ഇവിടെ എന്ത് ദേശഭക്തി ഗാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ വിശ്വേശ്വർ ഹെഡ്ഗെ കഗേരിയെ പോലുള്ള BJPയുടെ MP പരസ്യമായി പറയുകയാണ് ഇത് ദേശഭക്തി ഗാനമല്ല, ഇത് ബ്രിട്ടീഷ് രാജാവിനെ, ജോർജ് അഞ്ചാമനെ സ്തുതിക്കാൻ വേണ്ടി എഴുതിയെന്നാണ്. ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞത എപ്പോഴും എന്താണ് ഫാസിസ്റ്റുകൾക്ക് ഒരു നേട്ടാണ്. കാരണം അവർക്ക് ചരിത്രം അറിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് അബദ്ധങ്ങളും എപ്പോഴും എഴുന്നള്ളിക്കാം. അല്ലെങ്കിൽ അറിയാമെങ്കിലും ചരിത്രത്തെ തെറ്റായ അപനിർമ്മിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് അവരുടെ പരിപാടിയാണ്. 1911 കൽക്കത്ത AICC സമ്മേളനത്തിൽ ടാഗോർ രചിച്ച ഈ ഗാനം, പിന്നീട് ജനഗണമനയായ ഗാനം, ആദ്യമായി അവിടെ അവതരിപ്പിക്കപ്പെട്ട ഗാനമാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത ജനസമൂഹങ്ങൾ, ജനപദങ്ങൾ എല്ലാം ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ആവശ്യമായിട്ടുള്ള ഒരു ജനാധിപത്യ ബഹു സംസ്കൃതിയെ ഉണർത്തുന്ന പാട്ടാണത്. എന്നാൽ ഈ പാട്ട് നോക്കിയാൽ ഹൈന്ദവമായ ദൈവാനുഷ്ഠാനങ്ങളും മതാരാധനക്രിയകളും വളരെ ഭക്തിമസൃണമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതിനപ്പുറത്ത് ഈ പാട്ടിൽ എന്താണുള്ളത്? അല്ല ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇതിലെ വരികളെ നമുക്ക് വിമർശിക്കാം, ഈ പാട്ടിന്റെ ആശയത്തെ നമുക്ക് ചോദ്യം ചെയ്യാം, ഇതെല്ലാം ചെയ്യാം നമ്മുടെ നാട്ടിൽ, അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ഒരു തീവണ്ടിയുടെ ഉദ്ഘാടന വേദിയിൽ വിദ്യാർത്ഥിനികളായിട്ടുള്ള ആ കുട്ടികൾ അവരോടൊരു ഗാനം ആലപിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ഈ പാട്ട് പാടിയതിനെ ബോധപൂർവം ഒരു അജണ്ട നടപ്പാക്കലായി നമ്മൾ ചിത്രീകരിക്കുന്നത് എന്തിനാണ്? അല്ല, അത് ഇവിടെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വന്നല്ലോ, അദ്ദേഹം RSS നടത്തുന്ന വിദ്യാഭ്യാസ ശൃംഖലകളുടെ ഒരു വിദ്യാലയമാണിത്. അത്തരം വിദ്യാലയങ്ങൾ വിദ്വേഷ രാഷ്ട്രീയമാണ്, മതാത്മകമായ രാഷ്ട്രീയമാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളെ നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു ഗാനം പാടാൻ അവസരമുണ്ടാക്കി അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവർക്കറിയാവുന്ന ദേശഭക്തി ഗാനം ഇതുമാത്രമാണ്, അത് ആ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചു. ആ പാടിപ്പിച്ച അതിൻ്റെ വീഡിയോ എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേ ഷെയർ ചെയ്തത്? അത് വലിയ എതിർപ്പ് വന്നപ്പോൾ അത് പിൻവലിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും എന്തിനാണ് Xൽ അത് പോസ്റ്റ് ചെയ്തത്? അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമലൈസ് ചെയ്യുക. RSSൻ്റെ ദേശദ്രോഹപരമായ ചരിത്രമാണ് അവർക്കുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത മാന്യന്മാരാണ് ഇവിടെ വന്നിട്ട് ദേശഭക്തി എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന ദേശത്തെ രൂപപ്പെടുത്തിയ, രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്. ബ്രിട്ടീഷ് കൊളോണിയത്തിനായിട്ട് സുദീർഘമായി നടന്ന സമരമാണ്. ആ സമരത്തിൻ്റെ ചരിത്രാനുഭവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. 1925 രൂപം കൊണ്ട സംഘടനയാണ് RSS. 1947 വരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും 10,000ങ്ങളായി ജയിലിൽ പോയിട്ടുണ്ട്, വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്.
തൂക്കുമരത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു RSSകാരന് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ഒരു തുള്ളി ഉമിനീർ ദേശീയതയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു RSSകാരൻ്റെ പേര് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.